അപ്പോൾ എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, അത്രയും അവസ്ഥയായി. ആക്ച്വലി ഉറങ്ങാൻ വേണ്ടി കഴിച്ചതാണ്, പിന്നെ ഞാൻ വിചാരിച്ചങ്ങ് തട്ടി പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. സീരിയസ്ലി. ഹാപ്പി ബർത്ത്ഡേ ടു യു മമ്മി. 25. പക്ഷെ വന്ന ഗിഫ്റ്റ് ഞാൻ ഞെട്ടി, ഭയങ്കര ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി. വീട്ടിൽ ചെന്നിട്ട് ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് മെയ് 5th 2026. നാളെയാണ് എൻ്റെ ബർത്ത്ഡേ, മെയ് 6. ഇപ്പോൾ ടൈം 11:16 സോ ഐ തോട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ എൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഞാൻ വിചാരിച്ചു എൻ്റെ ആ ദിവസം, എൻ്റെ ബർത്ത്ഡേ എനിക്ക് ക്യാപ്ചർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രത്യേകിച്ച് പ്ലാൻസും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് എനിക്ക് ആ ദിവസം എനിക്കൊന്ന് ക്യാപ്ചർ ചെയ്യണമെന്ന് തോന്നുന്നു. ദാറ്റ്സ് ദ റീസൺ ഓഫ് ദിസ് വ്ളോഗ്. ആൻഡ് 12 മണിയാകുമ്പോൾ എന്നെ ആദ്യം ആരാണ് വിഷ് ചെയ്യുന്നതെന്ന് എനിക്കറിയണം, ആരൊക്കെ വിഷ് ചെയ്യുമെന്ന് എനിക്കറിയണം. സാധാരണ എൻ്റെ ബർത്ത്ഡേസിനെ പറ്റി പറയുകയാണ് എങ്കിൽ കുട്ടിക്കാലത്തൊന്നും ബർത്ത്ഡേ ആഘോഷിച്ചൊരു ഓർമ്മകളൊന്നുമില്ല. പിന്നെ എപ്പോഴേക്കോ ഞാൻ ഇത്തിരി ഒരു 10ാമത്തെ ബർത്ത്ഡേയോ ആ ഒരു ടൈമിലെ ബർത്ത്ഡേ എന്തോ വാശി പിടിച്ചെങ്ങാനും ഞാൻ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയൊരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതൊരു ഓർമ്മയുണ്ട്. അതല്ലാണ്ട് എൻ്റെ മെയ്യിലാണ് ബർത്ത്ഡേ ആയതുകൊണ്ട്, സ്കൂളിൽ എപ്പോഴും വെക്കേഷൻ ടൈം ആയതുകൊണ്ട് സ്കൂളിൽ അന്നത്തെ ദിവസം പോവുക, മുട്ടായി കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളില്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന കോളേജിലൊക്കെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടി, അതും മിസ്സായിട്ടുണ്ട്. അപ്പോൾ എനിക്കെൻ്റെ കലാലയ ജീവിതത്തിൽ എനിക്കങ്ങനെ, അതായത് ഒരു ബർത്ത്ഡേ ഓർമ്മയില്ല, വന്നിട്ടില്ല. അക്ഷയുടെ ബർത്ത്ഡേയും സെയിം ഇതേപോലെയാണ്, മെയ് 10 ആണ്, എൻ്റെ മെയ് 6. അങ്ങനെ നമ്മൾ ആ വിഷമം തീർക്കാൻ വേണ്ടി നമ്മുടെ കോളേജിൻ്റെ ഫെയർവെല്ലിൻ്റെ കേക്കിൽ ഞാനും അവളും കൂടി കേക്ക്, നമുക്ക് കോളേജിൽ കേക്ക് കട്ടിയുള്ള ഭാഗ്യമില്ലാത്തതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്തത് ഞാൻ ഇന്നും ഓർക്കുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അതിന് ശേഷമുള്ളൊരു ബർത്ത്ഡേക്ക് ഞാനും അക്ഷയും കൂടി തന്നെ നമ്മളൊരു ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു, നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അങ്ങനെ ഓർമ്മകളൊന്നും ഇല്ല. ബർത്ത്ഡേ സ്പെഷ്യലായിട്ടൊരു ബർത്ത്ഡേ എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ എന്ന് പറയുമ്പം മെയ് 4 കാലിദിനെ കൊണ്ടുവന്ന് കബറടക്കം ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞ് മെയ് 4, 5, 6 ഒരു ദിവസം കഴിഞ്ഞാണ് എൻ്റെ ബർത്ത്ഡേ വരുന്നത്. അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ബർത്ത്ഡേ ആയിരുന്നു, ലാസ്റ്റ് ഇയറിലെ ബർത്ത്ഡേ. പിന്നെ വരുന്ന ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ, അതായത് ഈ കഴിഞ്ഞ ബർത്ത്ഡേൻ്റെ മുമ്പത്തെ ബർത്ത്ഡേ, ഒരു സ്റ്റോറി ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ കഴിഞ്ഞ ബർത്ത്ഡേ, അതിന് മുന്നത്തെ ബർത്ത്ഡേ. അപ്പം ആ ബർത്ത്ഡേക്ക് എൻ്റെ 26ാമത്തെ ബർത്ത്ഡേ. നാളെ എനിക്ക് 28 വയസ്സാണ് ആകുന്നത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ എൻ്റെ 27 വയസ്സ് പൂർത്തിയാവും. ഇനി 27 വയസ്സെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, കം ടു ദി പോയിന്റ്. അപ്പോൾ എൻ്റെ 26ാമത്തെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് സെപ്പറേറ്റഡ് ആയി. എന്ന് വെച്ചാൽ ഏപ്രിലാണ് ഇതേപോലെ പുള്ളി എന്നെ വേണ്ടാന്ന് പറഞ്ഞ് പോകുന്നത്, ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നത്. അപ്പം ഞാൻ ഫുള്ള് കരച്ചിലാണ്, മൊത്തത്തിൽ കരച്ചിൽ നിലവിളിയായിരുന്നു. അങ്ങനെ എൻ്റെ ബർത്ത്ഡേയുടെ അന്നത്തെ എൻ്റെ ദിവസം എന്തെന്ന് പറഞ്ഞാൽ, എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ആ ടൈമിൽ ഞാൻ ഒരു സൈക്കാട്രിക് മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് സ്ലീപ്പിംഗ് പിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, അത്രയും അവസ്ഥയായി. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരു 5-6 ഗുളിക ഒരുമിച്ചെടുത്ത് കഴിച്ചു. ആക്ച്വലി ഉറങ്ങാൻ വേണ്ടി കഴിച്ചതാണ്, പിന്നെ ഞാൻ വിചാരിച്ചങ്ങ് തട്ടി പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. സീരിയസ്ലി. അപ്പോൾ എനിക്ക് ആ മരുന്നിൻ്റെ ഒരു സെഡേഷനിൽ ഞാൻ ഈ കഴിക്കുന്നത് എനിക്കൊന്നും മെയ് 5 എന്തോ ആയിരുന്നു തോന്നുന്നു. എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് വെച്ചാൽ ഞാൻ പോത്തുപോലെ കിടന്ന് ഉറങ്ങിയെന്നല്ല, എനിക്ക് എന്നുവെച്ചാൽ എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ ഇങ്ങനെ ഒരു പാവേനെ പോലെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അന്നത്തെ ബർത്ത്ഡേക്ക് എനിക്ക് പോകുന്നു, പാത്തു എൻ്റെ വീട്ടിൽ വന്ന് എനിക്കൊരു ഡയറി മിൽക്കൊക്കെ മേടിച്ചുകൊണ്ടുള്ള വീട്ടിൽ വന്ന് അവൾ എൻ്റെ കൂടെ ഇരുന്ന് ഫുൾ ടൈം സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു.
പക്ഷേ എനിക്കതൊന്നും ഓർമ്മയില്ല. അതായത് പിന്നെ ഇത് ബോധം വരുമ്പോഴത്തേക്ക് ഓൾറെഡി ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ബോധമില്ലായ്മയിൽ പാത്തു തന്ന ഡയറി മിൽക്കിൻ്റെ ഫോട്ടോ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ വീഡിയോയൊക്കെ ഫോണിൽ എടുത്ത് വെച്ചിരിക്കുന്നു, കരഞ്ഞ് നിലവിളിക്കുന്ന വീഡിയോ, എൻ്റെ ബർത്ത്ഡേ ആണെന്ന് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയൊക്കെയോ കരഞ്ഞ് വിളിച്ചുള്ള കുറേ വീഡിയോസുകൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നു. ഓ മൈ ഗോഡ്, ഫീലിംഗ് സോ സ്ട്രേഞ്ച്. എനിക്കിപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പം അതായിരുന്നു 26ാമത്തെ ബർത്ത്ഡേ. പിന്നെ 27ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ, അതും കംപ്ലീറ്റ് ശോകമായിരുന്നു. അതൊക്കെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് ഇന്നതാ എൻ്റെ അടുത്ത ബർത്ത്ഡേ ആണ്. 28 വയസ്സാകാൻ പോകുന്നു. ഐ ഹോപ്പ് ടുമാറോ വിൽ ബി എ ഗുഡ് ഡേ ഫോർ മീ. യാ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ കുറച്ച് സമയം കൂടി ഉണ്ട്, 12 മണിയാവാനപ്പോൾ ഉറക്കം വരുന്നുണ്ട്. അപ്പം ഞാൻ ഉറങ്ങാതെ വെയിറ്റ് ചെയ്യാം, എന്നെ ആരാണ് ആദ്യം വിഷ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, അപ്പം ഞാൻ നോക്കട്ടെ, 12 മണിയാകുമ്പോൾ കാണാം. താങ്ക് യു. വാട്സപ്പിൽ എന്താ നോക്കട്ടെ? ഓക്കെ, നോക്കട്ടെ. വാട്സപ്പില് അത് വെച്ച് ചെയ്യിപ്പിച്ചതല്ലേ? ഹോ, എനിക്ക് ഒന്നും പറ്റൂല. അല്ല പിന്നെ അതൊക്കെ നിർമ്മിച്ചെടുക്കണം, കൈരേഖ കൊണ്ട് എഴുതിയൊക്കെ തരണം, എന്നാലേ ഞാൻ സ്വീകരിക്കൂ. ചുമ്മാ പറഞ്ഞ കൊള്ളാം, എനിക്കിഷ്ടമായി. താങ്ക് യു സോ മച്ച്. പേര് പറയാൻ പറ്റാത്തൊരു വ്യക്തിയാണ് എന്നെ ആദ്യം വിഷ് ചെയ്തത്. പിന്നെ ഞാൻ കാണുന്നത് അക്ഷയ വിഷ് ചെയ്ത് ജന്മദിനാശംസകൾ നാസർ. താങ്ക് യു സോ മച്ച്. പിന്നെ ചിഞ്ചിലി, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു സോ മച്ച്, ഐ ലവ് യു. 18 years, same face and still no skip ad option. Oh, still no skip ad option. Happy birthday. It's my ചിഞ്ചിലി. 18 വർഷമായി റബ്ബേ, ഇതൊക്കെ വർഷക്കണക്ക് പറയുമ്പോൾ പേടിയാവുന്നു. ഓ മൈ ഗോഡ്, അവരൊക്കെ ഓർത്തിരിക്കുന്നല്ലോ റബ്ബേ, ഇതൊക്കെ തന്നെ വലിയ കാര്യം. ഞാൻ അക്ഷയാണെന്ന് ഉറങ്ങുമെന്ന്, ഉറങ്ങിയിട്ടില്ല. ഞാനിങ്ങനെ 12 മണിയായിട്ട് ഉറക്കം വന്നിട്ട് കാത്തിരിക്കുന്നു, എനിക്ക് ആരാണ് എന്നെ ആദ്യം വിഷ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നിനക്ക് സെക്കൻഡ് പ്രൈസോ തേർഡ് പ്രൈസോ ഒരു ജസ്റ്റ് ഒരു ഷെയറാണ്. ഓക്കെ, 2ാം സ്ഥാനം ഷെയർ ഇട്ട് എടുക്കേണ്ടി വരും, അതാണ് നിനക്ക് കിട്ടിയത്. ഫസ്റ്റ് അടിക്കാൻ പറ്റിയില്ല. അഖിലാണ് സാധാരണ എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും എന്നെ ആദ്യം വിഷ് ചെയ്യാറുള്ളത്. അവൻ വിളിച്ചില്ല. ഐ എം ഡിസപ്പോയിൻറ്റഡ്. എടി, 1ാം സമ്മാനം കരസ്ഥമാക്കിയ ആൾ ഉടായിപ്പ് കരസ്ഥമാക്കലാടി. എന്ന് വെച്ചാൽ 11:55 ആയപ്പോഴേ എന്നെ വിളിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് വിഷ് ചെയ്യുക ചെയ്തേ. വേറെ ആരെങ്കിലുമൊക്കെ വിളിച്ച് കോള് ബിസി ആയാലോ എന്ന് വിചാരിച്ച്. പക്ഷേ അതെനിക്ക് 1ാം സമ്മാനം കൊടുക്കാൻ താല്പര്യമില്ല. പിന്നെ അതൊരു അർഹതപ്പെടാത്ത 1ാം സമ്മാനമാണ്. ഒഫീഷ്യലി നീ തന്നെയാണ്. ഓക്കെ, അങ്ങനെ ഒഫീഷ്യലി എൻ്റെ ബർത്ത്ഡേ ആണെന്നും എനിക്കിന്ന് 28 വയസ്സായി. നല്ലൊരു ദിവസവും നല്ലൊരു വർഷവും ആകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്നലെ ഉമ്മ അടുത്ത് ചോദിച്ചായിരുന്നു, ഉമ്മ ഏതെങ്കിലുമൊക്കെ ജ്യോത്സ്യനോ ഉസ്താദോ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും വയസ്സ് കഴിയുമ്പോൾ രാജയോഗമോ വല്ലതൊക്കെ വരുമെന്ന്? അപ്പം ഉമ്മ ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഈ 28ാമത്തെ വർഷമെങ്കിലും നല്ലതായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് എനിക്ക് തന്നെ ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു മീ. പിന്നെ എനിക്കൊരു 11:45 എനിക്കൊരു കോള് വന്നു.
ഒരു കോൾ, ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നാളെ ആറ്റിങ്ങ ഒന്ന്, ഒരു പെൺകുട്ടിയെ സംസാരിച്ചു, നാളെ ആറ്റിങ്ങ ഒന്ന് വരാൻ പറ്റുമോ, ഒരു സാധനം തരാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ ഏതാന്നൊക്കെ ചോദിച്ചു. അപ്പം അത് വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ഈവനിങ് വരാമെന്ന് പറഞ്ഞു. അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല. ആരാണെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. സാധാരണ എനിക്ക് ഗിഫ്റ്റ് തരാറുള്ളത് അഖിലാണ്. അഖില ഇപ്പം ഇങ്ങനത്തെ പരിപാടിയൊന്നും അഖില തരാറില്ല. അവൻ നേരിട്ട് കാണുമ്പോൾ തരാ ചെയ്യുന്നത്. അതല്ലാണ്ട് ഇങ്ങനെ തരാൻ ഐ ഡോണ്ട് നോ ആരായിരിക്കുമെന്ന് എനിക്കൊരു ഗസ്സും ഇല്ല. നോക്കാം. അത് കുറച്ച് എക്സൈറ്റിംഗ് പാർട്ടായിട്ടുണ്ട് നാളത്തേക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. ഞാൻ വീട് മാറി. അതായത് ഞാൻ പറഞ്ഞു ഞാൻ അപ്പുറത്തെ ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ഞാൻ ജനിച്ച് വളർന്ന വീട്ടിലോട്ട് ഞാൻ വന്നു. ഞാൻ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ഏതൊക്കെയോ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് എൻ്റെ റൂമൊക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതാണ് കർട്ടനൊന്നും ഇല്ലാത്തത്. ആൻഡ് പിന്നെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വെനസ്ഡേ ആണ്, മെയ് 6 വെനസ്ഡേ ആണ് ഇന്ന്. ഞാൻ ജനിച്ചത് ഒരു വെനസ്ഡേ ആണ്. കണ്ട അഖിൽ വിളിക്കുന്നത്, അഖിൽ ഇപ്പോഴാണ് വിളിക്കുന്നത്. എത്ര 10 മിനിറ്റ് ലേറ്റ്, ക്ലാസ്സിൽ കയറ്റൂല. ഹലോ എന്തേലും ഒക്കെ പാട്. നീ 10 മിനിറ്റ് ലേറ്റാ ക്ലാസ്സിൽ കയറ്റണ്ട. പോയിട്ട് നാളെ വാ. എന്നെ ആരും വിളിക്കാനൊന്നുമില്ല. എന്തോന്ന് ഉറുതുവാ? ഓ താങ്ക് യു. ഞാൻ നീ ഉറങ്ങിയെന്ന്. നിന്റെ വിഷില്ലാത്തൊരു ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ, അല്ല നിന്റെ ആദ്യത്തെ വിഷില്ലാത്തൊരു ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്ന് നിനക്കറിയില്ലേ? വൈകിട്ട് കോഫി കുടിക്കും. എല്ലാവരും എന്നെ വിളിക്കുമല്ലോ. ഞാൻ എല്ലാവർക്കും കൂടി എങ്ങനെയാ ഡേറ്റ് കൊടുക്കുന്നേ? എല്ലാവരും വിളിച്ച് കഴിയാൻ വേണ്ടി കാത്തിരുന്നതാ. ഒരു പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഇവനാണ് എന്നെ ഒരു കുറേ വർഷങ്ങളായിട്ട് ഇവനാണ് എന്നെ ആദ്യം വിഷ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ബർത്ത്ഡേക്ക്, അത് ഏത് ബർത്ത്ഡേ എന്ന് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നേ ഒരു ബർത്ത്ഡേക്ക് ഇവൻ 12 മണിക്ക് ഇപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ബിസി ആയിരുന്നു. അപ്പോൾ പിന്നെ ഇവ എന്നെ വിളിക്കുന്നില്ല. ഞാൻ കിടന്നു അങ്ങോട്ട് വിളിക്കുന്നു, എടുക്കുന്നു, മെസ്സേജ് അയക്കുന്നു, മൈൻഡ് പോലും എന്നെ ചെയ്യുന്നില്ല. അപ്പം ഞാനങ്ങ് ആകെ വിഷമത്തിലായി. ഇവ എന്തിങ്ങനെയെന്നുള്ള രീതിയിൽ പിന്നെ മെസ്സേജ് അയക്കുന്നു, പക്ഷേ ബർത്ത്ഡേ വിഷയമില്ല, ഒന്നുമില്ല. അവസാനം ആ ദിവസം തീരാറായി. പിറ്റേ ദിവസം മെയ് 7 രാത്രി അതായത് ഇന്നത്തെ ദിവസം കഴിയാൻ 12 മണി കഴിയാൻ വേണ്ടി, അതായത് 11:59 ആയപ്പം എന്നെ വിളിച്ചിട്ട് വിഷ് ചെയ്ത്. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒന്നുകിൽ ഞാൻ ആദ്യം അല്ലെങ്കിൽ അവസാനം ഒന്ന്, അത് മതിയെന്ന്. ഞാനൊന്ന് ഓക്കെ എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ റിയാക്ഷൻ. സോ ഇവനെ പോലെയുള്ള ആൾക്കാരൊക്കെ ലൈഫിലുള്ളത് കൊണ്ട് നമ്മൾ ഏതൊരവസ്ഥയിലാണെങ്കിലും നമ്മൾക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവത്തില്ല. മൈ പീപ്പിൾ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ വിഷയം എടുക്കുന്നെങ്കിൽ ഞാൻ നാളെ റിപ്ലൈ കൊടുക്കും. ബിക്കോസ് എനിക്ക് ഉറക്കം വരുന്നു. അപ്പോൾ നമുക്ക് നാളെ കാണാം. ബൈ ബൈ. ആൻഡ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ടു മീ. Happy birthday to you. Happy birthday to you. Happy birthday dear Nasser. Happy birthday to you. Thank you so much. This is Nidhi Mol. ഇവരെന്നെ നാസർ എന്ന് വിളിക്കുന്നത്. എന്നെ കോളേജിൽ എൻ്റെ ഫ്രണ്ട്സ് മൂസ ആണ് എന്നെ ആദ്യം നാസർ എന്ന് വിളിച്ചത്. എൻ്റെ വാപ്പാടെ പേര് നാസർ, ആലിയ നാസർ എന്ന് എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ പേര് വെച്ചാണ് ഇവർ പിന്നെ എന്നെ നാസർ എന്നായി. പിന്നെ ഇവരെന്നെ നാസർ എന്നായി എന്നെ വിളിക്കുന്നത്. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കോളേജെല്ലാം നമുക്ക് ഇൻറ്റേൺഷിപ്പായിരുന്നു. ഞാൻ പോയില്ല രാവിലെ. എനിക്കൊരു എന്തോ കണ്ണ് തുറക്കാനേ പറ്റിയില്ല. ഞാനങ്ങനെ പോയില്ല ഗൈസ്. അപ്പം അത് കഴിഞ്ഞു.
ഒരു രാവിലെ 9 മണിക്കേ ട്രെയിനുള്ളൂ, പിന്നെ അത് കഴിഞ്ഞാൽ 12 മണിക്കാണ്. അപ്പോൾ എനിക്ക് ആ ട്രെയിൻ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല, അതുകൊണ്ട് പോയില്ല. കുഴപ്പമൊന്നുമില്ല. ആദം 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 ഒന്നാണ് വാ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ വന്ന ഉടനെ മമ്മി ഉറക്കമായിരിക്കുന്നു. രാവിലെ വന്ന ഉടനെ മമ്മീനെ വിഷ് ചെയ്യണോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് എവിടെ പോയി കിടക്കുന്നു ക്യാമറ? ഇങ്ങോട്ട് വന്നേ, ഇതാരാണെന്ന് നോക്ക് ഗൈസ്. എൻ്റെ കുട്ടാപ്പി വിഷ് ചെയ്യും ഇങ്ങോട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു മമ്മി. എന്നെ നോക്കി പറ. ഹാപ്പി ബർത്ത്ഡേ ടു യു മമ്മി. മൈ ഗിഫ്റ്റ് മുട്ടായി എവിടെ? അത് വീട്ടിലിരിക്കുന്നു, വൈകുന്നേരം തരാം. ഒരു ഉമ്മതാ, കെട്ടിപ്പിടിച്ച ഉമ്മതാ. അതിൻ്റെ ബർത്ത്ഡേ എന്നാണ്? ജൂൺ 5-ാം തീയതി. ജൂലൈ ജൂലൈ 5-ാം തീയതി. ജൂലൈ 2-ാം തീയതി. അയ്യോ എന്നെ എടുക്കാൻ പറ്റൂല, ഞാൻ വളരുന്നു. മമ്മിക്ക് എത്ര വയസ്സായെന്നറിയോ? ചാർജില്ല. മമ്മിക്ക് എത്ര വയസ്സായെന്നറിയോ? 22, 23, 24, 25, 27, 28. 28 വയസ്സാത്തിന്? എനിക്ക് 6 വയസ്സ്. 7 വയസ്സാവണമെങ്കിൽ അടുത്ത ജൂൺ ആവണം, ജൂലൈ ആവണം. ഓക്കെ, ഒരു ബൈ പറ. ഒരു ബോട്ടിലെങ്കിലും ഇതാ. ഈ മമ്മി ഈ ബോട്ടിൽ പോലും തരുന്നില്ലേ? എറണാകുളത്തൊന്നും ഒരു ബോട്ടിൽ ഞാൻ പച്ചക്കുപ്പി തന്നല്ലോ. പച്ചക്കുപ്പി കുടിക്കാൻ പറ്റുന്നില്ല. നല്ലൊരു ഉടുപ്പ് പോലെ ഇട്ട് പുറത്ത് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് മാറുന്ന തിരക്കിൽ എൻ്റെ ഡ്രസ്സുകളൊക്കെ പല പല സ്ഥലങ്ങളിലായിരിക്കുവാണ്. ആകെ ഇടാനുള്ള 2-3 ഡ്രസ്സ് ഞാൻ മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഇടാൻ നല്ലൊരു ഉടുപ്പ് പോലും ഇല്ലാത്ത ബർത്ത്ഡേ ആയിരിക്കും ഇത് ഞാൻ ഇവിടെ എവിടെയോ കിടന്ന ഇത്താടെ പഴയ ഒരു ഉടുപ്പാണ്. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇട്ട് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ പിന്നെ നമുക്ക് ഇതിടാം. പക്ഷെ ഭയങ്കര വലുത്, എനിക്കിട്ടാൽ പർദ്ദ പോലെ ഇരിക്കും. എങ്ങനെയുണ്ട്? എവിടെ നിന്നൊക്കെ തപ്പി പിടിച്ച് എനിക്ക് ഈ ഉടുപ്പ് കിട്ടി. ഇതൊരു പുതിയ. എങ്ങനെയുണ്ട് എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്? ഓക്കെ ഗൈസ്, അപ്പം ഐ ഹാവ് നോ ഫർദർ പ്ലാൻസ്. പോകണം. ലെറ്റ്സ് സീ. I'm just here to have my birthday lunch. I'm not feeling happy. I don't know why. ുള്ള ടേസ്റ്റി ക്വാളിറ്റി ഫുഡ് ആംബിയൻസ് സർവീസ് നമുക്ക് കിട്ടും. That's it. I'm living from here. മീൻചക്കൽ ഇവിടെ നിന്ന്
SP സ്പോട്ട് ഹോസ്പിറ്റലിൻ്റെ ഇവിടെ ആയിട്ട് വരും നമ്മുടെ ഭൂമി. എവിടെ പോവാം? ഇന്നലെ എന്നെ വിളിച്ച ഗിഫ്റ്റ് അവരെ നിന്ന് ഞാൻ വന്ന് മേടിച്ച് അതാരാണെന്ന് അയച്ചെന്ന് ഞാൻ അറിഞ്ഞ് ഞാൻ എന്താ പറയുക ഭയങ്കര സർപ്രൈസായി പോയി. ഗിഫ്റ്റ് കണ്ട് ഞാൻ ഒന്നാമത് അയച്ച ആൾ കണ്ട് സർപ്രൈസായി. എൻ്റെ മനസ്സിൽ എക്സ്പെക്റ്റേഷനിലുള്ള കൂട്ടത്തിലൊരാൾ തന്നെയായിരുന്നു. പക്ഷെ വന്ന ഗിഫ്റ്റ് ഞാൻ ഞെട്ടി. ഞാൻ സർപ്രൈസ്ഡായി പോയി. വീട്ടിൽ ചെന്നിട്ട് സമാധാനത്തിന് ഞാൻ പൊട്ടിക്കും. സമാധാനത്തിന് എനിക്ക് അതിനെ പൊട്ടിച്ചിട്ട് കാര്യം പറയണം. ഇപ്പോൾ ഈ വൃത്തിയോട് പോയി കോഫി കുടിക്കാൻ പോണേ. നീ ഓടിക്കാനെങ്കിൽ വണ്ടി ഓടിക്കാൻ വയ്യ. അതിനാണ് ഞാൻ ഇവിടെ നനക്കാതെ നിന്നത്. എനിക്ക് ഒരിത്തിരി പോലെ വണ്ടി ഓടിക്കാൻ വയ്യ. എനിക്ക് ഇവിടെ ഞാൻ ഇനി ബേക്കിലിരുന്ന് രാജകുമാരിയെ പോലെ പോകും. തുറമോനെ ബാ വണ്ടി എടുക്ക. UK എന്നൊക്കെ ഒരാൾ ഗിഫ്റ്റ് അയക്കുന്നത് അങ്ങനെയല്ലേ, ഗിഫ്റ്റ് അത്ര സർപ്രൈസായിട്ട് കിട്ടുന്നത് എനിക്കൊന്നും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇവനായിരുന്നു എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും തന്നുകൊണ്ടിരുന്നത്. താങ്ക് യു സോ മച്ച് ചിഞ്ചിലി. ഐ എം സോ എക്സൈറ്റഡ് ടു റീഡ് ദാറ്റ് കാർഡ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഇവിടെ നിന്ന് വായിക്കുമ്പോൾ എനിക്ക് ആ ഫീലോടുകൂടി വായിക്കാനോ ഓപ്പൺ ചെയ്യാനോ ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ അതേപോലെ അങ്ങ് അടച്ചു വെച്ച് വീട്ടിൽ ചെന്ന് സമാധാനമായിട്ടിരുന്ന് എനിക്ക് വായിക്കണം. എന്തൊക്കെ കഥയൊക്കെ എഴുതിയേക്കുന്നു. എന്താണെന്തോ കേറങ്ങോട്ട് പോവാം. വിഷയടാ എന്നെ അങ്ങോട്ട്. ഒരു പാട്ട് പാടാൻ പറഞ്ഞു. എന്തോന്ന് നമ്മളിവിടെ ഇത് തുറന്നു ഗൈസ്. ഇത് തുറന്ന് ഗൈസ് കണ്ട. അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഐ എം ബാക്ക് ഹോം ഗൈസ്. ഞാൻ ചിഞ്ചിലി ആയിരുന്നു ആ അജ്ഞാത ബർത്ത്ഡേ ഗിഫ്റ്റ് തന്ന ആൾ. ഞാനിങ്ങനെ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ കാർഡ് വായിക്കാൻ. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നത് ഹാൻഡ് മെയ്ഡ് ആണെന്നാണ് തോന്നുന്നത്. ഒരു ഐഡിയ ഇല്ല. നമുക്ക് തുറന്നു നോക്കാം. ഇതാണല്ലോ, കുറച്ച് ബേബി ബർത്ത് ഫ്ലവേഴ്സ് ഉണ്ട്. വായിച്ചിട്ട് വേണത് എന്താ സംഭവം, ഇത് എങ്ങനെ ഇവളിവിടെ എത്തിച്ചു, എനിക്കൊരു ഐഡിയ ഇല്ല. മാത്യൂസ് കേക്കിലൂടെ ഞാൻ ഞെട്ടി. അത് കണ്ടതോടുകൂടി കാര്യം ഞാൻ അവളോട് എപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൊതുവേ കേക്ക് ഇഷ്ടമല്ല, പക്ഷേ മാത്യൂസ് കേക്ക് ഞാൻ എത്ര വേണോ കഴിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഷീ ഈസ് സോ ലവ്ലി. രണ്ട് പേജൊക്കെ ഉണ്ട്. In my childhood, you were the kind of friend I kept wishing for. But deep down, we both know we are best friends, connected in a way that feels like a part of our souls. I understand you even in your silence, beyond words, beyond expressions. There is something between us that just feels right. I know your story, your struggles, your pain, your strength. Everything you have been through didn't break you in. And one day you will stand there as the person your inner child once dreamed of become. I will always be right here for you, my friend. From my heart that will always care. Chinchili. Thank you so much. It means a lot. ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും ഒരു
ഡീപ്പായിട്ടുള്ളൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലത്തെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ക്രാഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. താങ്ക് യു സോ മച്ച്. യു ആർ സോ കൈൻഡ്. യു ആർ എ ബ്യൂട്ടിഫുൾ സോൾ. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. താങ്ക് യു ഫോർ ബീയിങ് there for me all the time. Another birthday surprise, a birthday gift. പക്ഷേ ഇത് തന്ന ആളുടെ പേര് പറയരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എടുത്തെടുത്ത് പറഞ്ഞു പറയരുതെന്ന്. വേണമെങ്കിൽ ഞാൻ ഒരു ക്ലൂ ഒക്കെ തരാം. ഇന്നലെ മുതലേ ഞാൻ ഈ വീഡിയോയിൽ ആളെ പറ്റി ഘോരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലായാലും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കണം കേട്ടോ. സോ അദ്ദേഹമാണ് എനിക്ക് ഇന്നിത് സമ്മാനിച്ചത്. താങ്ക് യു സോ മച്ച്. ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലാക്കിയ എല്ലാവരും, എൻ്റെ സിസ്റ്റർ ചിഞ്ചുലി, അഖിൽ ആൻഡ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഓബിയസ്ലി എൻ്റെ പിള്ളേർ ഇവരെൻ്റെ ബർത്ത്ഡേ കുറച്ചും കൂടി സ്പെഷ്യലാക്കി. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു. ഈ ഫോട്ടോ ഞാൻ ഇവിടെ തൂക്കിയിടാം. എന്താ പറയുക, ചിഞ്ചിലി ഈ റൂമിൻ്റെ ഐശ്വര്യം. ഓക്കെ. ആദമില്ല. ആദം ഉണ്ടായിരുന്നെങ്കിൽ കേക്ക് കട്ട് ചെയ്യാമായിരുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാനും ഉമ്മയൊക്കെ ഉള്ളൂ. എൻ്റെ ഡിന്നർ കാണിച്ചു തരാം. ഉച്ചയ്ക്ക് ഞാൻ വീട്ടിലെ ചോറ് കഴിച്ചില്ല, അപ്പോൾ രാത്രി ഞാൻ ആ ചോറ് കഴിക്കും. ഇന്ന് നമുക്ക് എന്തൊക്കെയുള്ളത് കാണിച്ചു തരാം. ചോറിനകത്ത് രസം ഒഴിച്ചിട്ടുണ്ട്, ക്യാരറ്റ് മെഴുക്ക് പുരട്ടി, ചക്ക കറി വെച്ചത്, മീൻ കറി, ചൂര ഫ്രൈ. അതിൻ്റെ ഇവിടെ അച്ചാറിടാൻ വേണ്ടി കുറച്ച് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിരുന്നു, അതും എടുത്തിട്ടുണ്ട്. രസം. ഗൈസ്, ഞാൻ ഇത്രയും നേരം കാത്തിരുന്ന ആൾ വന്നെത്തി. എനിക്ക് രാവിലെ തരാമെന്ന് പറഞ്ഞ മുട്ടായി ഇപ്പൊ തന്നിട്ടുണ്ട്. എവിടെ ഗൈസ്? തിന്നതിൻ്റെ ബാക്കി കവറ്. ഇതാണ് എനിക്ക് തന്ന ഗിഫ്റ്റ്. എന്താണ് അത്? മമ്മിക്ക് മുട്ടായി ഒന്നും തരാൻ വേറെ ആരുമില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഗൈസ്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ട് തരുന്നു. അവൻ തിന്നിട്ട് അതിൻ്റെ അകത്ത് ഒന്നും ഇല്ലതാ. ഇത് കവറ്, ചിപ്സിന്റെ ഒരു കവർ. ഇതാ മുട്ടായി ഇല്ല എൻ്റെ അകത്ത്. ഉണ്ട്, ഞാൻ ഇരിക്കുന്നതിൻ്റെ അകത്ത്. തിന്ന് തീർത്തിട്ടെ. അല്ലെങ്കിൽ നിനക്കത് ഞാൻ വരുന്നവരത് പൊട്ടിക്കാതെ വെച്ചിട്ട് നമുക്ക് കൂടെ ഷെയർ ചെയ്ത് തിന്നൂടായിരുന്നോ? ഇതൊക്കെയാണ് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. നിനക്കന്ന് അത്ര നിനക്ക് വേണ്ടിയാണ് ഞാൻ ആ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരുന്നത്. അതുപോലെ നിനക്ക് ക്ഷമയോടെ കാത്തിരുന്നൂടായിരുന്ന? മതിയാക്ക്, മതി. കുരിപ്പ്. കേക്ക് കട്ട് ചെയ്യാം. ബാ. മമ്മിയുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോവാണ്, അല്ലെ തുറക്കാൻ പോവാണ്. ഈ ബർത്ത്ഡേ കേക്ക് ആരാണ് തന്നേന്നറിയോ? മമ്മിയുടെ കൂട്ടുകാരി. മമ്മി ഓപ്പൺ ചെയ്യാം. മമ്മിയുടെ ഫേവറേറ്റ് കേക്കാണ് ഈ കേക്ക്. ഇത് നോർമൽ നമ്മളെ കേക്കല്ല, ഇത് മാത്യൂസ് കേക്ക്. താങ്ക് യു സോ മച്ച് ചിഞ്ചിലി. യു മേഡ് മൈ ബർത്ത്ഡേ more special. മമ്മിയുടെ ഇത് കാണിക്കാൻ പോയാണ് ബർത്ത്ഡേ കേക്ക് കിട്ടിയാ? ബാ, പിടിക്ക്. birthday to you, happy birthday to you, happy birthday mommy, happy birthday to you. Thank you.
ചോക്ലേറ്റ് ആരിയിരിക്കണം. ഐ ലവ് യു. അടിപൊളി. ഓക്കെ, ആൻഡ് ദ ഡേ ഈസ് ഓവർ. ഇതുവരെയുള്ള ബർത്ത്ഡേസിൽ വെച്ചിട്ട് ദ ബെറ്റർ വൺ ആയിരുന്നു ഇന്നത്തേത്. പക്ഷേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷം അല്ലെങ്കിൽ ഈ ഒരു 27 വയസ്സിൽ എനിക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ എനിക്കൊരു കണക്കുകൂട്ടലൊക്കെ ഉണ്ടായിരുന്നു, ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് ഒന്നും എനിക്ക് എത്താൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ലൈഫ് ഈസ് വെരി, എന്താ പറയുക, ഞാൻ എന്നെ ഇപ്രാവശ്യം ചതിച്ചത് എൻ്റെ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഭയങ്കരമായ രീതിയിൽ ഞാൻ മെൻ്റലി ഡൗൺ ആയി. ഒരു കാര്യത്തിലും എനിക്ക് ഒരു കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് എത്തിയായിരുന്നു. സോ അപ്പം ഇനി എന്നെ ആ തരത്തിലുള്ള ഒരു ലൈഫിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒന്നും ഉണ്ടാവാതിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബാക്കിയുള്ളതൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊണ്ട്. പക്ഷെ ഇനിയും വിധി പിന്നെയും എന്നെ തോൽപ്പിക്കാൻ നിൽക്കുകയാണ്. ഇതൊക്കെ ഇനിയും പരീക്ഷണങ്ങൾ മാത്രമാണ് എങ്കിൽ ഏതൊരു മനുഷ്യനൊരു ലിമിറ്റുണ്ട്. സോ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറയുന്ന ബോൾഡ്നെസ്സും ധൈര്യവും മുന്നോട്ട് പോകാം എന്നുള്ള ഒരു സ്പിരിറ്റൊക്കെ അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഐ ഹോപ്പ് the coming days, the coming years will be nice for me and my family. ഇൻഷാല്ലാ ഒരു അടുത്ത വർഷം എന്തെങ്കിലുമൊക്കെ ഞാൻ ആഗ്രഹിച്ചതൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് എനിക്ക് തന്നെ ആശംസിക്കുന്നു. ആൻഡ് എൻ്റെ ഈ ദിവസം സ്പെഷ്യലാക്കിയ കുറച്ച് മനുഷ്യരുണ്ട് എൻ്റെ കൂടെ. അവർക്കെല്ലാവർക്കും ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ചെയ്ത ഓരോ കാര്യങ്ങളും എന്നെ ഒരുപാട് തരത്തിൽ എന്നെ ഹാപ്പി ആക്കിയിട്ടുണ്ട്. താങ്ക് യു ഫോർ ഓൾ യുവർ എഫേർട്ട് ആൻഡ് ലവ് ആൻഡ് എവറിത്തിങ്. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇതാണ് എൻ്റെ 28ാം പിറന്നാൾ കടന്നുപോയത്. ആഫ്റ്റർ സം ഇയേഴ്സ് ഈ ദിവസം എനിക്ക് ഓർത്തെടുക്കണമെന്ന് തോന്നുമ്പോൾ വന്ന് എനിക്ക് കാണാമല്ലോ. സോ അതുപോലെ ഞാനൊന്ന് ഡോക്യുമെൻ്റ് ചെയ്തതാണ് എൻ്റെ ഒരു ബർത്ത്ഡേ. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. If you like this video, do like, share, comment, subscribe for more videos. Thank you for watching.